നമസ്കാരം. യുദ്ധം തുടങ്ങാൻ മിനിറ്റുകൾ മതി, പക്ഷേ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ മാസങ്ങളും വർഷങ്ങളും പോലും മതിയാകാറില്ല. പശ്ചിമേഷ്യ വീണ്ടും അതിന്റെ ജീവനുള്ള തെളിവാവുകയാണ്. ഒരു വശത്ത് ആയുധങ്ങളുടെ ഭാഷയും മറുവശത്ത് ചർച്ചകളുടെ ഭാഷയും. വെടിവെച്ചുകൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല, എന്നാൽ ചർച്ചാമേശകൾ വീണ്ടും സജീവമാകും. ഖത്തറിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ നയതന്ത്ര നീക്കങ്ങൾ ഒരു ചോദ്യമാണ് ലോകത്തിന് മുന്നിൽ ഉയർത്തുന്നത്. യുദ്ധത്തിന്റെ വില ഒടുവിൽ എല്ലാവരും തിരിച്ചറിഞ്ഞോ, അതോ ഇത് അടുത്ത ഏറ്റുമുട്ടലിന് മുന്നേയുള്ള താൽക്കാലിക ഇടവേള മാത്രമാണ്? പശ്ചിമേഷ്യയുടെ ഭാവി മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെയും ഊർജ്ജ സുരക്ഷയുടെയും ഭാവി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഖത്തറിൽ നടക്കാൻ പോകുന്നത്. പശ്ചിമേഷ്യ യുദ്ധത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ ഖത്തറിൽ മധ്യസ്ഥർ മുഖേന നടത്തിയ ചർച്ച അനുകൂലമെന്ന് റിപ്പോർട്ട്. ദോഹയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഹോർമൂസ് അടക്കം വിവിധ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി എന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഒരാഴ്ചത്തേക്ക് ഹോർമൂസിൽ സംഘർഷത്തിനായി വരുത്താൻ ഇറാനും യുഎസും തമ്മിൽ ധാരണയായതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ നിയന്ത്രണം ആർക്കായിരിക്കണം എന്ന കാര്യത്തിൽ ഇരുപക്ഷവും തമ്മിലുള്ള ഭിന്നത തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കെ അടുത്ത ഘട്ട ചർച്ചകൾ അതിനുശേഷം മാത്രമേ തുടരൂ എന്നാണ് വിവരം. ജൂലൈ 4 മുതൽ 9 വരെയാണ് സംസ്കാര ചടങ്ങുകൾ. അന്തിമ കരാറിലെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും പ്രതിനിധികൾ മുഖേന ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തുവെന്നാണ് വിവരം. 2 ആഴ്ച മുൻപ് ഇറാനും യുഎസും ഒപ്പുവെച്ച ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിലെ പുരോഗതി ചർച്ചയിൽ വിലയിരുത്തി. അതേസമയം ഖത്തറിലെത്തിയ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാറഡ് കുഷ്ണറും സാങ്കേതിക തല ചർച്ചയുടെ ഭാഗമായില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇരുവരും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യ സഹമന്ത്രി കാസിം ഖാരിബാബ്ദിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനിലേക്ക് പോകുമെങ്കിലും അവർ യുഎസ് പ്രതിനിധികളുമായി നേരിട്ട് ചർച്ച നടത്തില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വാരാന്ത്യത്തിൽ ഇറാനും യുഎസും വീണ്ടും ഏറ്റുമുട്ടിയതോടെ ഇടക്കാല സമാധാന കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരുന്നു. ചൊവ്വാഴ്ച ഖത്തറിൽ ചർച്ച നടക്കുമെന്ന് യുഎസും പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാനും അറിയിച്ചു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഒരു ചർച്ചയും നിശ്ചയിച്ചിട്ടില്ല എന്ന് ഖത്തറും വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകില്ല എന്ന് ഇറാനും അറിയിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ഇനി അന്തിമ തീർപ്പുണ്ടാക്കിയത്. യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ ഒരിക്കലും ഭരണാധികാരികളല്ല, സാധാരണ ജനങ്ങളാണ്. ഓരോ മിസൈൽ ആക്രമണത്തിന്റെയും പിന്നിൽ തകർന്ന കുടുംബങ്ങളും അഭയാർത്ഥികളായ കുട്ടികളും തകർന്ന സമ്പദ് വ്യവസ്ഥയും വിലക്കയറ്റത്തിന്റെ ഭാരം ചുമക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുമുണ്ട്. പശ്ചിമേഷ്യയിലെ ഒരു സംഘർഷം പോലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില മുതൽ ഭക്ഷ്യവില വരെ സ്വാധീനിക്കാൻ കഴിയുന്ന ആഗോള യാഥാർത്ഥ്യമാണ്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തെ എണ്ണ വിതരണത്തിന്റെ നിർണായക പാതയാണ്. അവിടെ ഉണ്ടാകുന്ന അനിശ്ചിതത്വം എണ്ണവിലയെയും ചരക്ക് ഗതാഗത ചെലവിനെയും നേരിട്ട് തന്നെ ബാധിക്കും. ചർച്ചകൾ മുന്നോട്ട് പോകുന്നുവെന്ന സൂചനകളെ തുടർന്ന് അന്താരാഷ്ട്ര എണ്ണവിലയിൽ സമ്മർദ്ദം കുറഞ്ഞതും വിപണികൾ അനുകൂലമായി പ്രതികരിച്ചതും ഈ പ്രതിസന്ധിയുടെ ആഗോള സാമ്പത്തിക പ്രാധാന്യം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഈ ചർച്ചകൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. സൈനിക ശക്തി എത്ര വലുതായാലും ഒടുവിൽ സ്ഥിരമായ പരിഹാരം തേടേണ്ടി വരുന്നത് നയതന്ത്രത്തിന്റെ വാതിലിലൂടെയാണ്. അമേരിക്കയ്ക്കും ഇറാനും തമ്മിൽ ഇപ്പോഴും വിശ്വാസക്കുറവും അഭിപ്രായ വ്യത്യാസങ്ങളും തുടരുകയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്കിലെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അമേരിക്കയും സഖ്യകക്ഷികളും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. അതിനാൽ ചർച്ചകൾ തുടരുന്നത് പ്രതീക്ഷ നൽകുന്നുവെങ്കിലും സമാധാനം ഉറപ്പായെന്ന നിഗമനത്തിലെത്താൻ സമയമായിട്ടില്ല. പശ്ചിമേഷ്യയിലെ ഈ ചർച്ചകളുടെ വിജയം അമേരിക്കയുടെയോ ഇറാന്റെയോ മാത്രം വിജയമാകില്ല. അത് ലോക സമ്പദ് വ്യവസ്ഥയുടെ വിജയവും ഊർജ്ജ സുരക്ഷയുടെ വിജയവും മനുഷ്യന്റെ വിജയവുമായിരിക്കും. എന്നാൽ സംഭാഷണങ്ങൾ യഥാർത്ഥ ധാരണയിലേക്ക് എത്താത്ത പക്ഷം പശ്ചിമേഷ്യ വീണ്ടും അസ്ഥിരതയുടെ അതേ വട്ടത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.